ഹായ് ഫ്രണ്ട്സ്, കുറച്ച് കപ്പയുപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇവിടെ കുറച്ച് കപ്പയിരുന്നു. അപ്പോൾ ഈ കപ്പ വേവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു കപ്പയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് അരിഞ്ഞിട്ട് ഒരു കപ്പയുപ്പേരി ആക്കിയേക്കാന്ന് വിചാരിച്ചു. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇത് കപ്പ നമ്മളുടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് കഴുകി അതിൻ്റെ വെള്ളം തോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കണ്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. കുറേ ഞാൻ അരിഞ്ഞു. ഈ അരിഞ്ഞതെല്ലാം കൂടെ നമുക്കിനി വറുത്ത് കോരി എടുക്കാം. ഉണ്ടാക്കാനായിട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാവട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് മതി കേട്ടോ. ഒരുവിധമൊക്കെ എണ്ണ തിളച്ചോന്ന് തോന്നുന്നു. തിളച്ചോന്ന് അറിയാനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇട്ട് നോക്കി. അപ്പോൾ അത് തിളച്ച് കേട്ടോ. എണ്ണ തിളച്ചു. ഇനി നമുക്ക് ഉപ്പേരി ഇതിലോട്ട് വാരിയിടാം. ഇടുമ്പോൾ കൈയൊന്നും പൊള്ളല്ലേ അവിടെ. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മൾ നല്ല തീയിൽ ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കണം. ഇതിനകത്തൊരു കിലുകിലാന്ന് ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ കിലുകില ഒന്നുമില്ല. ഇതിനകത്തൊരു കിലുകില ശബ്ദം കേൾക്കുന്നതാണ് ഇതിൻ്റെ പാകം. അങ്ങനെ കിലുകില ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് കോരി വാങ്ങി വെക്കാം. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ടൊരു 15 മിനിറ്റൊക്കെ ആയി. പക്ഷെ എന്നിട്ട് ഇതങ്ങോട്ട് വെന്തിട്ടില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ കപ്പയൊക്കെ മൂത്ത് വരാൻ ഇച്ചിരി താമസമാണ് കേട്ടോ. പിന്നെ ഇതൊന്നൊന്നേ തൊടാതൊന്ന് കിടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതെൻ്റെ മാത്രം ആഗ്രഹമാണെന്ന് ഈ കപ്പ മനസ്സിലാക്കി കഴിഞ്ഞു. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടുന്നുണ്ട്. ഈ കപ്പ നമ്മൾ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് പരസ്പരം ഒട്ടാതിരിക്കാനുള്ള ട്രിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നാണെങ്കിലുണ്ടല്ലോ ഇത് ഇപ്പോൾ ഏകദേശം ചെറിയ കിലുക്കമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. മണിക്കിലുക്കം. പിന്നെ വേറൊരു ഇത് മൂത്തു എന്ന് പറയുന്ന വേറൊരു ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം വിട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു നിറച്ച് പതയായിരുന്നു. ഇതിപ്പം പത കുറഞ്ഞു വരുന്നു. ഇത് ശരിക്കും മൂത്ത് കഴിയുമ്പോൾ പതയെല്ലാം അങ്ങ് പോവും. നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ എന്തായാലും കോരുവാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കളറ് ഒരു ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കോരിയിടുവാണ്. കോരിയിട്ടതിന് ശേഷം നമ്മൾ ഇത് ഒരു ന്യൂസ് പേപ്പർ മുറമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് വിരിച്ചിട്ട് നമ്മളിതൊന്ന് ഇതിൻ്റെ ചൂട് മാറിയാൽ ഇത് മുരുവരാതെ കിട്ടത്തുള്ളൂ. ചൂടായിട്ടിരിക്കുമ്പോൾ ഇത് ഇച്ചിരി ഒടിഞ്ഞോ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചൂട് മൊത്തം മാറണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇടുകയാണ്. ഇനി അടുത്ത സെറ്റും കൂടെ ഇതിനകത്ത് വാരി ഇട്ടിട്ട്